കൊച്ചി NCC ക്യാമ്പിലെ ഭക്ഷ്യവിഷബാധ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ 70ഓളം വിദ്യാർത്ഥികളാണ് ഈ ഭക്ഷ്യവിഷബാധയേറ്റ് NCC ക്യാമ്പിൽ നിന്നുള്ള ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിലുള്ളത്. 3 ദിവസമായിട്ട് തുടരുന്ന ക്യാമ്പാണ്. 600ഓളം കുട്ടികൾ പങ്കെടുത്ത ക്യാമ്പാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ രീതിയിൽ ഒരു ഭക്ഷ്യവിഷബാധയേറ്റ് കുട്ടികൾ ചികിത്സ തേടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതിൽ ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട്. ഭക്ഷണ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. DMO റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കളക്ടറുടെ ഇടപെടൽ കൂടി ഉണ്ടായിട്ടുണ്ട്. ഇത് ഏത് രീതിയിൽ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രസക്തമായിട്ട് ഉയരുന്ന ചോദ്യം. പക്ഷേ ഇതിൽ ഉത്തരവാദിത്തപ്പെട്ടവർ മറുപടി നൽകാതെ ഒഴിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതും ദുരൂഹമാണ്. അതുപോലെ തന്നെ പ്രാഥമിക അന്വേഷണത്തിനായി എത്തിയ ആരോഗ്യ വകുപ്പ് സംഘം അവരിപ്പോൾ പറയുന്നത് ഇതിൽ നിലവിൽ എന്ത് കണ്ടെത്തി, എന്താണ് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് എന്നുള്ളത് ഇപ്പോൾ പുറത്ത് വിടാൻ കഴിയില്ല എന്നുള്ളതാണ്. അരുൺ ശങ്കർ അവിടെ നിന്ന് തുടരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, നിലവിലെ പ്രതിഷേധത്തിന്റെ സാഹചര്യം എങ്ങനെയാണ്? കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ രക്ഷിതാക്കൾ എത്തി എന്നുള്ളത് അറിഞ്ഞു. അവർ പലപ്പോഴും ഈ പോലീസുമായി വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടു. നിലവിലെ സാഹചര്യം എങ്ങനെയാണ് അരുൺ? നിലവിൽ ക്യാമ്പിന്റെ സ്ഥിതി ശാന്തമാണ്. രക്ഷകർത്താക്കളൊക്കെ അകത്ത് കയറി അവരുടെ മക്കളെ വിളിച്ച് വീട്ടിലേക്കും അതോടൊപ്പം തന്നെ ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അവരെ ആശുപത്രിയിലേക്കും കൊണ്ടുപോയി. അതോടൊപ്പം തന്നെ ക്യാമ്പിലുള്ള മറ്റ് വിദ്യാർത്ഥികളും ക്യാമ്പ് വിട്ടുപോകാൻ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അവരുടെ അച്ഛനമ്മമാരെ കാത്തിരിക്കുകയാണ്. നിലവിൽ ശാന്തമായിരിക്കുകയാണ്. നേരത്തുണ്ടായ പ്രതിഷേധം ശാന്തമായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ ഈ പ്രശ്നത്തിനൊരു താൽക്കാലിക പരിഹാരം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോൾ ക്യാമ്പ് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. ക്യാമ്പ് ഇനി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. താൽക്കാലികമാണോ ഈ 10 ദിവസം നീണ്ടിരിക്കുന്നത്, 29-ാം തീയതി നീണ്ടിരിക്കുന്ന ക്യാമ്പ് പൂർണ്ണമായിട്ട് നിർത്തുകയാണോ എന്നുള്ളത് കുറച്ച് സമയത്തിനകം വ്യക്തമാകും. എന്തായാലും താൽക്കാലികമായിട്ട് ക്യാമ്പ് നിർത്തിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ പോലീസിനെയും ഈ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഈ പ്രതിഷേധത്തിന് ശേഷം കൂടുതൽ പോലീസിനെ ഇങ്ങോട്ടേക്ക് വിന്യസിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. കാരണം വിദ്യാർത്ഥി സംഘടന ഉൾപ്പെടെയുള്ളവർ, നാട്ടുകാർ ഉൾപ്പെടെയുള്ളവരൊക്കെ സംഘടിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ പോലീസിനെ ഇവിടെ വിന്യസിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിലവിൽ ശാന്തമാണ്. വിദ്യാർത്ഥികൾ ഇപ്പോൾ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. അവരുടെ അച്ഛനമ്മമാരെ കാത്തിരിക്കുകയാണ്. അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവർ എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ വീട്ടിലേക്ക് പോകും എന്നാണ് അറിയുന്നത്. നിലവിൽ മറ്റു പ്രതിഷേധങ്ങളൊന്നുമില്ല. അരുൺ, സ്വാഭാവികമായിട്ടും ഇപ്പോൾ ശാന്തരായി ആ രക്ഷിതാക്കൾ മടങ്ങുന്നുണ്ട്. പക്ഷേ അവരുടെ ഉള്ളിൽ ഒരു തീക്കനലായിട്ട് ഉയരുന്ന ചോദ്യമുണ്ട്. ഇതിപ്പോൾ വലിയൊരു ആശ്വാസം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് അവിടെ സംഭവിച്ചത്. കാരണം കളമശ്ശേരിയിൽ നമുക്കറിയാം, ഇതിനു മുമ്പ് ഈ വെൽക്കം ഡ്രിങ്കിലൂടെയും മറ്റും മഞ്ഞപ്പിത്ത ബാധ ഉണ്ടായത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള ഒരു സംരക്ഷണം ഒരുക്കേണ്ടവർ തന്നെ അതിൽ അലംഭാവം കാട്ടിയെന്നല്ലേ മനസ്സിലാക്കേണ്ടത് അരുൺ? തീർച്ചയായിട്ടും ഈ ആദ്യം പറഞ്ഞൊരു വിഷയം ഗൗരവമുള്ളതാണ്. കാരണം ഈ പ്രദേശത്തൊക്കെ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നുണ്ട്. കളമശ്ശേരി കഴിഞ്ഞ ദിവസം വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തവർക്ക് കൂട്ടത്തിലുള്ള മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചൊക്കെ നമ്മൾ വാർത്തയിൽ കണ്ടതാണ്. എറണാകുളം ജില്ലയിൽ പൊതുവിൽ ഈ മഞ്ഞപ്പിത്തം പടരുന്നുണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത്. ഈ വർഷം തന്നെ ഏറ്റവും കൂടുതൽ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്ത ഈ ജില്ലയിലാണ്. അത്തരത്തിലുള്ളൊരു സാഹചര്യവും കൂടി ഉണ്ട്. അതുകൊണ്ട് അവർ മുൻകരുതലോട് കൂടിയാണ് പ്രവർത്തിച്ചതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എങ്ങനെ ഇത്തരത്തിലൊരു വീഴ്ച ഉണ്ടായി, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടായി എന്നുള്ളത് പരിശോധിച്ച് കൂടി കണ്ടെത്തേണ്ടതാണ്. അതിനുവേണ്ടിയിട്ടാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ആരോഗ്യവകുപ്പിൻ്റെ സംഘം തന്നെ സ്ഥലത്തെത്തി ഇവരിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചു. വെള്ളത്തിൻ്റെയും അതോടൊപ്പം തന്നെ വിതരണം ചെയ്തിട്ടുള്ള ഭക്ഷണത്തിൻ്റെയും 2 ദിവസത്തെ ഭക്ഷണത്തിൻ്റെയും സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ആ സാമ്പിളുകൾ പരിശോധിച്ച ശേഷമായിരിക്കും ഭക്ഷ്യവിഷബാധ സംബന്ധിച്ചുള്ള സ്ഥിരീകരണം നൽകാൻ കഴിയുക. പക്ഷേ ഭക്ഷ്യവിഷബാധ എന്നുള്ളതാണ് ഈ കുട്ടികൾക്കുണ്ടായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് പ്രാഥമികമായിട്ട് വിലയിരുത്താൻ കഴിയുന്നത്. ഇപ്പോൾ കൂടുതൽ പോലീസ് ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടേക്ക് വന്നിട്ടുള്ള രക്ഷകർത്താക്കളെയൊക്കെ ക്യാമ്പിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. കൂടുതൽ ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പ്രതിഷേധങ്ങളൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വിദ്യാർത്ഥികൾ വലിയ രീതിയിലുള്ള പരാതികളും ആക്ഷേപങ്ങളും ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. ആ ആക്ഷേപങ്ങൾക്കും പരാതികൾക്കും എന്ത് പരിഹാരം എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ക്യാമ്പ് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. ക്യാമ്പ് ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നവരെ തുടരില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും കൂടുതൽ കുട്ടികൾ അല്ലെങ്കിൽ അധ്യാപകരൊക്കെ ഇവിടുന്ന് ഇവരുടെ കൂടെ അധ്യാപകരുമുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ സ്കൂളിൽ വന്നിട്ടുള്ള കുട്ടികൾ പറയുന്നത് തങ്ങളുടെ അധ്യാപകർ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ വളരെ വേഗം വീട്ടിലേക്ക് പോയി. ഞങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കാൻ അവർ പോലും ഇവിടെ ഉണ്ടായില്ല എന്നുള്ളൊരു പരാതിയും ഈ അധ്യാപകരുമായി ബന്ധപ്പെട്ടിട്ട് വിദ്യാർത്ഥികൾ ഉന്നയിച്ചിട്ടുണ്ട്.
അരുൺ, ഇതിപ്പോൾ ആ കുട്ടികളോട് സംസാരിച്ചപ്പോൾ അരുണോട് കൃത്യമായിട്ട് പറയുന്നുണ്ട്, യാതൊരു തരത്തിലുള്ള ഒരു പ്രതികരണം, ഒരു റെസ്പോൺസ്, അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടവർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സ്ഥിതി, ഒപ്പം രക്ഷിതാക്കളെ വിവരം അറിയിക്കുന്നില്ല. ഇതിപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചു, അതിൽ കൃത്യമായിട്ടുള്ള ചികിത്സ നൽകി, പക്ഷേ അപ്പോഴും ഒരു അനാസ്ഥ അവിടെ നിഴലിച്ച് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ NCC ഉദ്യോഗസ്ഥരോട് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിക്കുമ്പോഴും അവർ ഒഴിഞ്ഞു മാറുന്നുണ്ട്. ഒപ്പം തന്നെ ആരോഗ്യ വകുപ്പ് ജീവനക്കാരെത്തി പരിശോധന നടത്തിയിട്ട് ഇപ്പോൾ കാര്യങ്ങൾ പറയാനാകില്ല എന്നുള്ളതിൽ നിന്ന് അനുമാനിക്കേണ്ടതും എന്തോ ദുരൂഹമായി അവിടെ സംഭവിച്ചു എന്നുള്ളത് തന്നെയല്ലേ അരുൺ? അതെ, തീർച്ചയായിട്ടും ഒരു വിശദീകരണം ഈ ക്യാമ്പ് നടത്തുന്നവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. കാരണം ഇത്തരമൊരു വിഷയമുണ്ടാകുമ്പോൾ അവരാണല്ലോ ആദ്യം വന്ന് ഇക്കാര്യത്തിലൊരു വിശദീകരണം നൽകേണ്ടത്. കാരണം ഇതൊരു പൊതുവിഷയമായിട്ട് മാറിയിട്ടുണ്ട്. ഒരു ക്യാമ്പിനെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. ഈ രക്ഷകർത്താക്കൾ പ്രതിഷേധവുമായി രംഗത്ത് വരുമ്പോൾ അതൊരു പൊതുവിഷയമായി മാറിയിട്ടുണ്ട്. അപ്പോൾ അക്കാര്യത്തിലൊരു വിശദീകരണം ക്യാമ്പ് നടത്തുന്നവർ നൽകേണ്ടതായിരുന്നു. അത് ഉണ്ടായിട്ടില്ല. അതാണ് കൂടുതൽ സംശയങ്ങൾക്ക് ഇടവരുത്തുന്നത്. വിദ്യാർത്ഥികൾ പല പരാതികൾ പറയുന്നുണ്ട്. ഫുഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾ അവർ കൃത്യമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. മോശം ഭക്ഷണമായിരുന്നു തങ്ങൾക്ക് നൽകിയിരുന്നത് എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു ആരോപണം. കുടിച്ച വെള്ളത്തിന് ഒരു ചവർപ്പുണ്ടായിരുന്നു. അങ്ങനെ വെള്ളവും കുടിക്കാനുള്ള ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവർ അതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അധികൃതർ, ക്യാമ്പ് നടത്തുന്നവർ ഒരു വിശദീകരണം നൽകേണ്ടതുണ്ട്. എന്തായാലും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്ത്